മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഹോട്ട് സീറ്റിൽ ഇന്ന് ആര്യൻ കത്തൂരിയ. ഹായ് ഹലോ. ബുദ്ധിയും ശക്തിയുള്ളവരായിരിക്കണം എന്റെ ഇരകൾ. ക്യൂട്ട്നസ് വാരി വിതറിയാൽ കേരളത്തിലെ പെൺകുട്ടികൾ വീഴുമെന്നൊരു ചിന്തയുണ്ടോ? ചിന്തയൊന്നുമില്ല, വീടുവാണെങ്കിൽ വീഴട്ടെ, അത് അവരുടെ ഇഷ്ടം. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഈ മിടുക്കൊക്കെ എനിക്ക് ജന്മനാ കിട്ടിയെന്ന ആൾക്കാര് പറയാം. തുടക്കത്തിൽ തന്നെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ആണല്ലോ. ഇല്ല, ഞാനാണോ ഇന്റർവ്യൂ? ഇങ്ങനെ ഇരിക്കാം, കുഴപ്പമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ? അങ്ങനെ ഇരിക്കാം. ഞാൻ വിടുവോ? ഞാൻ എല്ലായിടവും പയറ്റി കലക്കി കൈ കൊടുത്തു. നിങ്ങളൊരു മലയാളിയാണോ? ആണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ. നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ ആക്ടേഴ്സും അങ്ങനെയൊന്നും ഇല്ല. മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഈ വിളിച്ച് ചോദിക്കണ്ട, മലയാളിയായിട്ട് ചോദിക്കണ്ട, ഒരു ഇന്ത്യൻ ആയിട്ട് ചോദിച്ചാൽ മതി. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? വെളിച്ചെണ്ണ എങ്ങനെ ഉണ്ടാക്കുന്നേ? തേർഡ് ഫോർത്ത് ഒരു സ്റ്റാൻഡേർഡിലും എന്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ വെളിച്ചെണ്ണ അങ്ങനെ ഉണ്ടാക്കണം പഠിപ്പിച്ചിട്ടില്ല. ഞാൻ കുക്കിംഗ് അല്ല എടുത്തത് സ്കൂളിൽ. ഒരു കിലോ അരിക്ക് എന്താണ് വില? ഒരു കിലോ അരിക്ക് എന്താണ് വില? ഞാൻ കുറച്ച് ദിവസമായി പേപ്പർ വായിച്ചിട്ട്. ഏതാ റൈസ്? 5 വെറൈറ്റി ഉണ്ടല്ലോ. ബാസ്മതി ഉണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. കൃത്യമായിട്ടൊന്നും പറയാതിരിക്കുക, കിടന്ന് ഉരുളുക. അതെ രക്ഷയുള്ളൂ. ബാസ്മതി അല്ല, നമുക്ക് ഇവിടെ ഉള്ളത് ചാക്കരി, കുത്തരി അങ്ങനെയൊക്കെ പറയുന്നത്. ഇല്ല, ഇവിടെ ബാസ്മതി ഉണ്ട്. കൊല്ലക്കടയിലാണ് സൂചി വിൽപ്പന. ബാസ്മതിക്ക് എത്ര വില? ബാസ്മതിക്ക് എന്തിനാ ഞാൻ പറയുന്നത്? നിങ്ങളുടെ വില 100-150 റൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസർ വേണം. ഞാൻ ചോദിക്കാം, നിങ്ങൾ കാസർഗോഡില് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ബീഫിന് എത്ര വില? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഓ, നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും, കുലപുരുഷനായിരിക്കും. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത്, മനസ്സിലായോ? എനിക്ക് തരുന്ന ജോബ് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. നിങ്ങൾ ആക്ച്വലി ജെനുവൻ ആണ്. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജെനുവൻ ആകുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജെനുവൻ ആണ്. അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക്. ഒരുമാതിരി എനിക്കിട്ട് കേട്ടണം മറ്റേ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ആരാന്ന് നിങ്ങളുടെ വിചാരം? എന്റെ വിചാരം ഞാൻ ആര്യനാണ്. കോളേജൊക്കെ കഴിഞ്ഞതല്ലേ? ഇല്ലില്ല, സ്കൂളിലാണ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡില്. എന്താ അവന് വിവരം മനസ്സിലാവാത്തത്? നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾ ഇരുന്ന് പറയുന്നത്. എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. ചിരിക്കുന്നോ? ഇതിന് അഹങ്കാരത്തിന്റെ ചിരി എന്ന് പറയും. ചേട്ടാ, ഇത് വലിയ ശല്യമായല്ലോ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. ഇത്രയും ക്ലേശകരമായ ഒരു ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ഇത് അവസാനിപ്പിക്കും, ഹോട്ട് സീറ്റ് അവസാനിപ്പിക്കും ഞാൻ ഇവിടെ. ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് അല്ലാത്ത ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അയ്യോ, മനോഹരമായിരുന്നു. ഞാനത് പാവളിക്കാൻ ഇരിക്കുന്നത് ഇവിടെ. നോർമലല്ലേ? അധികമൊന്നുമില്ല, 2-3 പിരി എവിടെ കളി കിടക്കുക. കുറച്ച് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നല്ലോ? മൊത്തം കേട്ടു. അതുകൊണ്ട് ഞാൻ സമയം ഒരു ലേശം. ഈ ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും വെക്കുന്നത് അതായിരിക്കും നല്ലത്. ഞാൻ പോവും. അത് പൊളി. ഒരു അമ്മയും ഒരു മോനും കിഡ്സ് പാർക്കിലൊക്കെ അപ്പൊ കറക്റ്റ് ആയിരിക്കും. പക്ഷെ നിങ്ങളെ കയറ്റാൻ പറ്റില്ലല്ലോ. കുഴപ്പമില്ല, മദേഴ്സും ഗ്രാൻഡ് മദേഴ്സിനെ കയറ്റാം. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം.